ഗാസയിലേക്കുള്ള സഹായത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഇസ്രയേൽ. ഗാസയിൽ നിന്നും ബന്ദികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നത് വൈകുന്നതിലുള്ള പ്രതികാര നടപടിയായാണ് ഈ നീക്കം. ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ അനുവദിച്ച ട്രക്കുകളുടെ എണ്ണം പകുതിയായി കുറച്ച് വെടിനിർത്തൽ കരാർ ലംഘിക്കുമെന്നും സൈന്യം അറിയിച്ചു. സഹായം കൈമാറുന്നതിന്റെ ചുമതലയുള്ള സൈനിക ഏജൻസി ഗാസയിലെ ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ച മുതൽ ഗാസ മുനമ്പിലേക്ക് പ്രതിദിനം 300 സഹായ ട്രക്കുകൾ മാത്രമേ അനുവദിക്കൂ എന്നുമാണ് ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നത്. ട്രക്കുകളുടെ എണ്ണം കുറയ്ക്കുന്നത് US ഉദ്യോഗസ്ഥരുടെയും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെ 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രയേലിന് കൈമാറി. ഇതോടെ 8 മൃതദേഹങ്ങൾ കൈമാറിയതായി ഇസ്രയേൽ അറിയിച്ചു. 28 മൃതദേഹങ്ങളിൽ 4 എണ്ണമാണ് തിങ്കളാഴ്ച എത്തിച്ചത്. നടപടികൾ വേഗത്തിലാക്കാൻ അന്താരാഷ്ട്ര മധ്യസ്ഥർ വഴി ഇസ്രയേൽ ഹമാസിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങൾ തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് കൈമാറും. അതേസമയം ഗാസയിൽ യുദ്ധവിരാമ പ്രഖ്യാപനത്തിന് പിന്നാലെ 24 മണിക്കൂർ കഴിയും മുമ്പ് തന്നെ വെടിനിർത്തൽ ലംഘിച്ചിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം. ചൊവ്വാഴ്ച ഗാസയിലെ 2 ഇടങ്ങളിലുണ്ടായ സൈനിക ആക്രമണങ്ങളിൽ 7 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു. ഗാസ സിറ്റിയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് 6 പേർ കൊല്ലപ്പെട്ടത്. ഖാൻ യുനീസിലെ അൽ ഫുക്കാരിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരാളും കൊല്ലപ്പെട്ടു. വെടിനിർത്തലിനെ തുടർന്ന് മാസങ്ങൾക്ക് ശേഷം വീടുകളിലേക്ക് തിരിച്ചെത്തിയവരാണ് കൊല്ലപ്പെട്ടത്.